എമ്പുരാൻ മോഹൻലാലിനെതിരായ സൈബർ ആക്രമണത്തിൽ ഉടൻ നടപടിയെന്ന് DGP. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരായുള്ള സൈബർ ആക്രമണത്തിൽ ഉടൻ നടപടി. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാന്റെ പ്രമേയത്തെ ചൊല്ലി വിവാദമുണ്ടായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരായ നടത്തിയ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കോടൻ. DGPക്കാണ് സുഭാഷ് പരാതി നൽകിയത്. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് DGP മറുപടി നൽകി. അതിനിടെ എമ്പുരാനിൽ സീനുകൾ വെട്ടാൻ തീരുമാനിച്ചിട്ടും വിവാദം തീർന്നിട്ടില്ല. സിനിമയ്ക്കെതിരായ വിമർശനം തുടരുകയാണ് സംഘപരിവാർ അനുകൂലികൾ. അതിനിടെ സിനിമയ്ക്ക് പരസ്യ പിന്തുണയുമായി DYFI രംഗത്തെത്തി. സിനിമയെ പിന്തുണച്ചുകൊണ്ട് മാനവീയം വീഥിയിൽ ഐക്യദാർഢ്യ പരിപാടി ഇന്ന് വൈകുന്നേരം സംഘടിപ്പിക്കും. എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തുക. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിന് എതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കുടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും. ബാബ ബജ്രംഗി എന്നീ വില്ലന്റെ പേര് മാറ്റാൻ ആലോചന ഉണ്ടായെങ്കിലും സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്ന ഈ പേര് മാറ്റാൻ സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. സംവിധാനം നിർവഹിച്ചത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് നിർണായക കഥാപാത്രമായി മോഹൻലാൽ ചിത്രം എമ്പുരാനിൽ ഉണ്ട്. ആഗോളതലത്തിൽ മോഹൻലാലിന്റെ എമ്പുരാൻ 100 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ്. സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. മഞ്ജു വാര്യർ, അഭിമന്യു സിംഗ്, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, ആൻഡ്രിയ ജയറാം, കിഷോർ സുഗൂത്ത്, നിഖാത് ഖാൻ, സാനിയ അയ്യപ്പൻ, ഫാസിൽ തുടങ്ങിയ ഒട്ടേറെ പേർ എമ്പുരാനിൽ കഥാപാത്രമായി ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.